അപ്പോൾ ഗൈസ് നമുക്ക് ജപ്പാനിലേക്കുള്ള യാത്ര തുടങ്ങാം. എയർപോർട്ടിലെ ഫാമിലി എല്ലാവരും എത്തിയിട്ടുണ്ട്. 6 അംഗ സംഘമാണ് നമ്മൾ യാത്ര പോകുന്നത്. എയർപോർട്ടിൽ ഞങ്ങൾ 4 പേര് നടക്കാണ്ട് രക്ഷപ്പെട്ട് 2 പേര് നടത്തി വേഗം ഫ്ലൈറ്റ് കയറിയൊക്കെ ഇരുന്നു. അങ്ങനെ സൂര്യോദയത്തിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. നമ്മൾ പറഞ്ഞ ആദ്യത്തെ സ്ഥലം വി ഫോർ വിയറ്റ്നാം. യെസ്, നിങ്ങൾ ഊഹിച്ച് കറക്റ്റായിരുന്നു. ഹോച്ചിമിൻ സിറ്റിയിലാണ് നമ്മൾ ആദ്യം എത്തിയത്. വെളുപ്പിന് 5 മണിക്ക് എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു. അതായത് വിയറ്റ്നാമിൽ 6:30, 1.5 മണിക്കൂറോടെ മുന്നിലാണ്. പക്ഷേ എയർപോർട്ടിൽ 8ൻ്റെ പണിയാണ്. ക്യൂ കണ്ട, ഇമിഗ്രേഷനിൽ പൂരപ്പറമ്പിൽ ഒരു ജനപ്രളയം. ഏകദേശം 2 മണിക്കൂർ അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടി വന്നു. ആദ്യമായിട്ടാണ്. അതിനിടയ്ക്ക് സെക്യൂരിറ്റി ചിലരെയൊക്കെ ഇങ്ങനെ കടത്തി വിട്ട്. ഞങ്ങളിങ്ങനെ കയറാനൊക്കെ നോക്കി, പക്ഷേ അതേ കറക്റ്റായിട്ട് പുള്ളി വേഗം അടച്ച പറഞ്ഞത്. അറ്റ് ലാസ്റ്റ് ഇത് ഇമിഗ്രേഷനിൽ നിന്ന് ഓരോരുത്തരായിട്ട് പുറത്തിറങ്ങി. അങ്ങനെ വലിയൊരാശ്വാസം. 2 മണിക്കൂറിന് ശേഷം എല്ലാവരും ഒന്ന് ശ്വാസം വിട്ടു. ലഗേജൊക്കെ കിട്ടി വേഗം പുറത്തിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പുറത്ത് നമ്മളെ വെയിറ്റ് ചെയ്ത് ഡ്രൈവർ നമ്മുടെ പാസ്പോർട്ടിൽ ഫോട്ടോ ഒക്കെ പിടിച്ച് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പുള്ളി ഇതേ വണ്ടിയിലോട്ട് ഞങ്ങളെ കൊണ്ടുപോയി. വണ്ടിയുടെ നമ്പർ പ്ലേറ്റ്, ഫ്രണ്ടിലുള്ള നമ്പർ പ്ലേറ്റ് സൈഡിലും കാണാം, ബാക്കിലും കാണാം, വീണ്ടും ഇപ്പുറത്തെ സൈഡിലും എല്ലാം ആ നമ്പർ പ്ലേറ്റിലെ നമ്പർ എല്ലായിടത്തും എഴുതിയിട്ടുണ്ട്. പുള്ളിയിലൊക്കെ അടിപൊളിയായിരുന്നു. നല്ല വിസ്തരിച്ചിരിക്കാനും കാലൊക്കെ ഇടക്കൊന്ന് നിവർത്തി വെച്ച് അങ്ങനെ ഫ്ലൈറ്റിൽ ഉറക്ക ക്ഷീണത്തിനൊക്കെ ഒരു ആശ്വാസമായി. നല്ല കിടിലൻ ലൈറ്റ് എഫക്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. സൂപ്പറായിരുന്നു. അടുത്ത വിശേഷങ്ങൾ ഉടനെ ഇട്ടേക്കാമേ. ബൈ.